السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. ആദരവും ബഹുമാനവും പ്രിയവും നിറഞ്ഞ സയ്യിദുമാർ, പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, നാഥനായ അല്ലാഹു നന്മ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആദർശം പാർട്ട് 87. ഇന്നത്തെ വിഷയം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന വിഷയത്തിൽ ഒരൽപ്പം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു ഉദ്ദേശിച്ചാൽ. ഇൻഷാ അല്ലാഹു എന്നതിന്റെ അർത്ഥം അല്ലാഹു ഉദ്ദേശിച്ചാൽ. നമ്മൾ പിന്നീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നേരത്തെ പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു പദമാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ അത് ചെയ്യും, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. സാധാരണ നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്. അങ്ങനെ പറയുന്നതിലുള്ള പ്രധാന നേട്ടം ഒന്ന്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക എന്ന തബറുക്ക്. ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹ് എന്ന ആ മുബാറക്കായ ഇസ്മ്, ആ നാമം നമ്മൾ പറയുന്നു, ഉച്ചരിക്കുന്നു എന്ന വലിയ ഒരു പുണ്യം നേടാൻ പറ്റും. മറ്റൊന്ന്, അന്നദാലിക സയകൂനു സബബല്ലി വസൂലിഹി ലിമഖ്സൂദിഹി. അവൻ ഉദ്ദേശിച്ച വിഷയം സാധിച്ചെടുക്കുന്നതിന്, സാക്ഷാത്കരിക്കുന്നതിന് ഈ വാക്ക് ഒരു കാരണമാകും. നാം ഉദ്ദേശിക്കുന്ന, നാം പ്രഖ്യാപിക്കുന്ന, ചെയ്യാൻ വേണ്ടി കരുതുന്ന വിഷയം അത് ചെയ്യുന്നതിനുള്ള, അത് നേടുന്നതിനുള്ള, സാധിച്ചെടുക്കുന്നതിനുള്ള ഒരു കാരണമായി നാം ഈ പറഞ്ഞ മുബാറക്കായ വാക്ക് ആയിത്തീരും. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് എന്നത് നേരത്തെ പറഞ്ഞ രീതിയിൽ പിന്നീട് ചെയ്യുന്ന ഒരു വിഷയത്തിൽ പറയുക എന്നത് പുണ്യമാകുന്നു. മാത്രവുമല്ല, ഇൻഷാ അല്ലാഹ് എന്നത് അതൊരു ദുആ ആണ്. എന്ന് പറഞ്ഞാൽ അടിമ ഉടമയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന്റെ, സർവവും നാഥനിലേക്ക്, യജമാനനിലേക്ക് അർപ്പിക്കുന്നതിന്റെ ഒരു സമർപ്പണത്തിന്റെ പദമാണ് ഇൻഷാ അല്ലാഹ്. സാധാരണ നാം പറയാറുള്ള മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അൽഹംദുലില്ലാഹ് പോലെ തന്നെ, തുടങ്ങിയ പദങ്ങളെ പോലെ തന്നെ ഇൻഷാ അല്ലാഹ് എന്ന പദവും അടിമ ഉടമയുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു പദമാകുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ നേരത്തെ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ തീരുമാനിച്ചെങ്കിലും ആ തീരുമാനം നടപ്പിൽ വരുന്നത് സർവശക്തനായ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകുമ്പോഴാണ്.
അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച വിഷയം നടപ്പിൽ വരിക. വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. നാം കണക്കാക്കുന്നതിന്റെ, നാം നിയന്ത്രിച്ച് വെക്കുന്നതിന്റെ ഒക്കെ അപ്പുറം അള്ളാഹുവിന്റെ നിയന്ത്രണവും കണക്കാക്കലുമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകളായ സത്യവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും എല്ലാ സമയത്തും നാഥനുമായി കണക്ഷൻ, ബന്ധം സ്ഥാപിക്കുക എന്നത് ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ടാണ് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നാം പറയുന്നത്. അതുപോലെ തന്നെ ഒരു നിഅമത്ത് ലഭിക്കുമ്പോ, ഒരു സന്തോഷം കേൾക്കുമ്പോ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, പിന്നീട് ചെയ്യുന്ന ഒരു കാര്യത്തെ ഇപ്പോഴെന്നെ സൂചിപ്പിക്കുമ്പോ ഇൻഷാ അല്ലാഹ്. ഇതിന്റെയൊക്കെ ഉൾവിളി, ഈ പദങ്ങളുടെയൊക്കെ താല്പര്യം എന്താണ്? എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിക്കുകയാണ്. അള്ളാഹു എനിക്ക് ഈ വിഷയത്തിൽ, അള്ളാഹുവിനെ ഞാൻ വലിയവനായി കാണുന്നു, ഈ വിഷയത്തിൽ എനിക്ക് അള്ളാഹു എളുപ്പം ചെയ്യും. ഇതൊക്കെയാണ് അള്ളാഹു എനിക്ക് എല്ലാം ചെയ്തു തന്നു, അള്ളാഹുവിന് ഞാൻ സർവസ്വതയും അർപ്പിക്കുന്നു. ഇതൊക്കെയുള്ള ഈ വിഷയ പദങ്ങളുടെ ഉദ്ദേശം. എന്ന പോലെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നടക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കും, എനിക്ക് അള്ളാഹു അത് സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ സാധിപ്പിച്ചു തരണേ, അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ എന്നൊക്കെയുള്ള ഒരു ഉൾ പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അടിമ എപ്പോഴും ഉടമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോ, അല്ലെങ്കിൽ പിന്നീട് വരാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇപ്പോഴെന്നെ അറിയിക്കുമ്പോ, അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായാൽ എന്നു കൂടി കൂട്ടിപ്പറയുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം അതിൽ ഉണ്ടാവണം, ഉണ്ടാവട്ടെ എന്ന ഒരു ദുആ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പദം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതോടൊപ്പം നമ്മളതിൽ മനസ്സിലാക്കാനുള്ളത് വളരെ ആദരവിന്റെ ഒരു പദമാണ്. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, അൽഹംദുലില്ലാഹ് പോലത്തെ പദങ്ങളൊക്കെ വളരെ ആദരവിന്റെ, ഒന്ന് അല്ലാഹ് എന്ന ആ അള്ളമായ വളരെ ആദരിക്കപ്പെടുന്ന ഒരു നാമം അതിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ അതൊരു പ്രാർത്ഥനയുടെ, ഉടമയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഒരു വലിയ പവറുള്ള ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ ഈ പദങ്ങളൊക്കെ വലിയ ആദരവുള്ള പദങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇടയിൽ ഞാൻ സൂചിപ്പിക്കുന്നു, പലരും ഈ പദത്തെ അതൊരു അലങ്കാര പദമായി മാത്രമേ ചിലപ്പോൾ കാണാറുള്ളൂ എന്ന സങ്കടവും കൂടി ഓർക്കുകയാണ്, നമ്മൾ വിലയിരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ തബറുക്ക്, പുണ്യ ബറക്കത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലും സമയങ്ങളിലുമൊക്കെ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടും. ആരെങ്കിലുമൊക്കെ അങ്ങനെ രേഖപ്പെടുത്തും, വാഹനങ്ങളിലൊക്കെ കാണാം. പക്ഷെ അതൊക്കെ പലപ്പോഴും ഹനിക്കുന്ന, അതിനെ നിന്ദിക്കുന്ന, അല്ലാഹ് എന്ന മുഅല്ലമായ ആ നാമത്തെ വളരെയധികം മോശമാക്കി കാണുന്ന രീതിയിൽ അറിയാതെ പറ്റിപ്പോകുന്നു എന്ന വസ്തുത നാം കാണാതെ പോകാൻ പാടില്ല. കാരണമായി വാഹനങ്ങളിലൊക്കെ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് മിക്കവാറുമൊക്കെ പുറംഭാഗത്ത്, എന്ന് പറഞ്ഞാൽ പക്ഷികൾ കാഷ്ടിച്ച് ആ കാഷ്ടം വരെ എത്താൻ പറ്റുന്ന, അതുപോലെ അഴുക്കുകളും മലിനവും ഒക്കെ ആവാൻ പറ്റുന്ന രീതിയിൽ വാഹനങ്ങളുടെ പുറംഭാഗത്താണ് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് സ്റ്റിക്കർ ഒട്ടിക്കാറുള്ളത്, എഴുതി വെക്കാറുള്ളത്. അങ്ങനെയാകുമ്പോൾ ആ വാഹനത്തിന്റെ മുകളിലേക്ക് കാക്ക കാഷ്ടിച്ചാൽ സമാനമായ മറ്റു പക്ഷികളിൽ നിന്ന് കാഷ്ടം ആ പദങ്ങളിലൊക്കെ വരാൻ പലപ്പോഴും സാധ്യത ഏറെയാകുന്നു. പലരും മാഷാ അല്ലാഹ് പോലത്തെ സ്റ്റിക്കറുകളൊക്കെ വാഹനത്തിന്റെ പുറകിലൂടെയാണ് വെക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ അള്ളമായ നാമത്തിന്റെ പുറകിലേക്ക് ഞാൻ വെക്കുകയാണ്, ആണല്ലോ അതിന്റെ അർത്ഥം. എന്റെ പിൻഭാഗത്ത് ഞാൻ ആക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നതും സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. അത് തബറുക്കിന് വേണ്ടി നമ്മളങ്ങനെ വെക്കുകയാണെങ്കിൽ, തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ആ സ്റ്റിക്കർ അല്ലെങ്കിൽ എഴുതിയ മറ്റേതെങ്കിലും പടം നാം വെക്കുകയാണെങ്കിൽ അതൊക്കെ
വാഹനങ്ങളിൽ അഴുക്ക് വരാൻ സാധ്യത ഇല്ലാത്ത ഉൾഭാഗങ്ങളിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഫ്രണ്ടിൽ മുൻഭാഗത്ത് ആയിരിക്കുകയും വേണം. ഇത് അവസരോചിതമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു സത്യവിശ്വാസി ഇൻഷാ അല്ലാഹ് പറയണം. പിന്നീട് ചെയ്യുന്ന ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي ليقرب من هذا رشدا صدق الله. ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് 23-24 ആയത്തുകൾ വ്യക്തമാക്കുന്നു. ഇന്നി ഫായിലുൻ ദാലിക ഗദൻ, നാളെ നിശ്ചയം ഞാനൊരു പ്രവൃത്തി ചെയ്യും എന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നീ പറയരുത്. ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അത് ഒരു അദബാകുന്നു, അതൊരു മര്യാദയാകുന്നു, അതൊരു തബറുക്കാകുന്നു, ആ വിഷയം സാധിച്ചു കിട്ടാനുള്ള ഒരു കാരണമാകുന്നു. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിച്ച ഒരു വിധി, ഒരു നിർദ്ദേശം അംഗീകരിക്കലാകുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇനി തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു واذكر ربك إذا نسيت وقل عسى أن يهديني ربي ليقرب من هذا رشدا. അഥവാ അത് പറയാൻ നീ മറന്നാൽ, അങ്ങനത്തെ ഒരു വിഷയം പ്രഖ്യാപിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നാൽ, എപ്പോഴാണോ നിനക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്, ഓർമ്മ വരുന്നതെങ്കിൽ ആ സന്ദർഭത്തിൽ വഖുൽ നീ പറഞ്ഞോ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദാ എന്ന് പറഞ്ഞോ. എന്റെ രക്ഷിതാവ് ഞാൻ ഉദ്ദേശിച്ച ഈ വിഷയം വളരെ സന്തോഷകരമായ രീതിയിൽ പെട്ടെന്ന് സാധിപ്പിച്ചു തരാൻ കഴിവുള്ളവനാണ്, അവൻ സാധിപ്പിച്ചു തരും എന്ന ആ ശുഭപ്രതീക്ഷയെ വിളിച്ചറിയിക്കുന്ന ഒരു പദം. അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദാ. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ ഉലമാ രേഖപ്പെടുത്തി, ഒരാൾ ഇൻഷാ അല്ലാഹ് പറയേണ്ടടുത്ത് പറയാൻ മറന്നുപോയാൽ എപ്പോഴാണോ ഓർക്കുന്നത് ആ സന്ദർഭത്തിൽ ഈ പദം ഈ രൂപത്തിൽ തന്നെ പറയുക. അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദാ എന്ന് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ പറയൽ സുന്നത്താണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്നത് നമ്മളുടെ ഒരു മുഖമുദ്രയാവണം. പിന്നീട് ചെയ്യുന്ന ഏത് വിഷയം പറയുമ്പോഴും ഇൻഷാ അല്ലാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളുടെ, അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ ഒക്കെ നടപടിയാണ്, അവരുടെ സ്വഭാവമായിരുന്നു. അവരൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വാക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് കൂടെ പറഞ്ഞിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ നബിയുല്ലാഹ് ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. സൂറത്ത് 102 ആയത്ത്. മഹാനായ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടത് ചെയ്യുക, എന്നെ അറുക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് എന്നെ ക്ഷമയുള്ള ആളായിട്ട് എന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അവിടെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. ആ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ഒരു ബറക്കത്ത് കൊണ്ട് തന്നെ ക്ഷമ മഹാനായ
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ലഭിച്ചു എന്നും തഫ്സീറിൽ കാണാം. ഇൻഷാ അല്ലാഹ് പറഞ്ഞതുകൊണ്ട് സബർ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി. എന്തായാലും അത് പറയുക, സംഭവിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞാലും ഇല്ലെങ്കിലും പറയുന്ന സമയത്ത് അത് പറയുക എന്നത് പൂർവികരായ മഹത്തുക്കളായ ആളുകളുടെ സ്വഭാവമാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമുമായി സംഭാഷണം നടത്തിയ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ, പിന്നീട് ക്ഷമയുള്ള ആളായി ഇൻഷാ അല്ലാഹ് എന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അൽ കഹ്ഫ് സൂറത്തിൽ 69-ാമത്തെ ആയത്ത്. അതേപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഉദ്ഖുലൂ മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ. യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത് എന്താ? വഖാല ഉദ്ഖുലൂ മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ. നിങ്ങൾ മിസ്റിൽ, ഈജിപ്തിൽ പ്രവേശിക്കുക, നിങ്ങൾ സുരക്ഷിതരാണ് ഇൻഷാ അല്ലാഹ്. 99 യൂസുഫ് സൂറത്തിൽ 99-ാമത്തെ ആയത്ത്. ഇങ്ങനെ പ്രവാചകന്മാർ അതുപോലെയുള്ള മഹത്തുക്കളൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന്റെ ഉദാഹരണങ്ങൾ ധാരാളമാണ്. അവരുടെ സ്വഭാവത്തിന്റെ ജീവിതത്തിലെ ഒരു സ്വഭാവമായിരുന്നു അത് എന്ന് നാം കൂട്ടി വായിക്കുക. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കിട്ടിയ നേട്ടം അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ബനൂ ഇസ്രായീലിൽ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുകയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പശുവിനെ അറുക്കണമെന്ന് നിർദ്ദേശം നൽകുകയാണ്. പക്ഷെ അവർക്ക് അതേത് പശു എന്ന വിവരണം കിട്ടാൻ വേണ്ടി അവരന്വേഷിച്ചു. വിവരണം കിട്ടിയപ്പോൾ ഇന്നൽ ബഖറത ശാബഹ അലൈനാ, പശു അത് കണ്ടെത്തൽ പ്രയാസാണ്, ഞങ്ങൾക്ക് അതൊരു വിഷമമുള്ള വിഷയമാണ്. വിവിധ പശുക്കൾ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള പശു കണ്ടെത്താൻ പ്രയാസമാണ് എന്നവർ പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞുപോയി, വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അൽ ബഖറ സൂറത്തിൽ 70-ാമത്തെ ആയത്ത്. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. പ്രയാസമാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്കത് ലഭ്യമാകും എന്നവർ പറഞ്ഞു. ആ പറച്ചിൽ കൊണ്ടാണ് ആ പശുവിനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഫഇന്നഹും ലൗ ലം യസ്തസ്നൂ, അവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലം യഹ്തദൂ ഇലൈഹാ, ആ പശുവിനെ അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ച വിഷയം സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് നേടിയെടുക്കാനുള്ള ഒരു കാരണമായി എന്നും നമ്മൾക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇൻഷാ അല്ലാഹ് എന്ന തബറുക്കിന്റെ പദം പറയാത്തതിന്റെ പേരിൽ നഷ്ടം സംഭവിച്ചതിന്റെ ഉദാഹരണങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും. ഉദാഹരണം, നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രതിജ്ഞയിൽ അദ്ദേഹം ഒരു കാര്യം പ്രഖ്യാപിച്ചപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നു പറയാൻ മറന്നുപോയി, പറഞ്ഞില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച പോലെ വിഷയം സാധിച്ചില്ല. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസ് കാണാം. ഖാല സുലൈമാനു ലാ അതൂഫന്ന ലൈലത അലാ 90 ഇംറഅതൻ. ഈ രാത്രിയിൽ 90 ഭാര്യമാരുടെ അടുത്തും സമീപത്തും ഞാൻ ചെല്ലും എന്ന് പറഞ്ഞാൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. മറ്റൊരു ഉദ്ധരണിയിൽ 100 എന്നുണ്ട്. ഏതായാലും കുല്ലുഹുന്ന തഅതി ബിഫാരിസിൻ യുജാഹിദു ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ഭാര്യമാരൊക്കെ ഗർഭിണികളാകും, അവരൊക്കെ ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കും, അവരൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ വഴിയിൽ സമരം ചെയ്യുന്ന, ജിഹാദ് ചെയ്യുന്ന കുതിരപ്പടയാളികളായി മാറും എന്ന് ഒരു പ്രഖ്യാപനം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തി. പക്ഷെ ഫഖാലൽ മലക്കു, അത് പറയുമ്പോൾ തന്നെ മലക്കിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു, ഖുൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയൂ. പക്ഷെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. ഫലം യഖുൽ, പറഞ്ഞില്ല. വനസിയ, അദ്ദേഹം അത് മറന്നുപോയി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പറയാൻ വിട്ടുപോയി, ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് പ്രതിജ്ഞ പോലെ ഫത്വാഫ അലൈഹിന്ന 90 അല്ലെങ്കിൽ 100
ഭാര്യമാരുടെ അരികെ ചെല്ലുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഫലം തഹമിൽ മിന്നുന്ന ഇല്ലംറഅത്തുൻ വാഹിദ, പക്ഷേ ഒരു സ്ത്രീ, ഒരു ഭാര്യ മാത്രമാണ് ഗർഭിണിയായത്. അതുതന്നെ ജാതിൽ ഷിഖ്ഖി വലദിൻ, ഒരു വൈകല്യമുള്ള കുട്ടിയാണ് പ്രസവിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വായിമുല്ലാഹിൽ ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ ഖാല ഇൻഷാ അല്ലാഹ്, അന്ന് ആ പ്രതിജ്ഞ എടുത്തപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലജാഹദു ഫീ സബീലില്ലാഹി ഫർസാന, അവരെല്ലാവരും ആ പ്രതിജ്ഞ എടുത്തതുപോലെ കുതിരപ്പടയാളികളായി അവര് ജിഹാദ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ, സുലൈമാൻ നബി അലൈഹി ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ബുഖാരി 2819 ഹദീസാണ്. അതുപോലെ മുസ്ലിം 1654 ഹദീസാണ്. മുത്തഫഖ് അലൈഹിയായ ഹദീസ്. അഥവാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സംഭവത്തെ എടുത്തുദ്ധരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പ്രതിജ്ഞ ചെയ്തു. പക്ഷെ ആ പ്രതിജ്ഞ പോലെ നടന്നില്ല. എന്തേ കാരണം? ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി എന്ന് മാത്രമല്ല, ഹദീസിൽ കാണാം, ലൗ ഖാല ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലജാഹദു ഫീ സബീലില്ലാഹ്, ആ പ്രതിജ്ഞ സാക്ഷാത്കരിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ എടുത്തതുപോലെ വിഷയത്തെ സാധിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അള്ളാഹു ആ വിഷയത്തിലേക്ക് തൗഫീഖ് നൽകുമായിരുന്നു. ഇവിടെ നമ്മൾ അടിവരയിട്ട് വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം എന്താണ്? മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വിട്ടു. അതുകൊണ്ട് തന്നെ ആ 90 ഭാര്യമാർ അല്ലെങ്കിൽ 100 ഭാര്യമാർ, അവരിൽ ഒരു ഭാര്യ മാത്രമാണ് ഗർഭിണിയായത്. ആ സ്ത്രീ തന്നെ പ്രസവിച്ച കുഞ്ഞ് അംഗവൈകല്യമുള്ള കുഞ്ഞാവുകയും ചെയ്തു. അതിന്റെ കാരണം എന്തായിരുന്നു? ബന്ധം സാധാരണ പോലെ ആകാത്തതിന്റെ പേരിലല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്താ? വലൂഖാല ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെ ആകുമായിരുന്നു. ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അപ്പോൾ ഒരു സാധാരണ ബന്ധം ആകാത്തതിന്റെ പേരിലല്ല. 90 ഭാര്യമാരിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ സ്കരിക്കാത്തതുകൊണ്ടോ സാധാരണ ബന്ധം ആകാത്തതുകൊണ്ടോ അല്ല, ഇൻഷാ അല്ലാഹ് എന്ന പദമില്ലാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള തൗഫീഖ് ലഭിച്ചില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയാത്തതിന്റെ പേരിൽ സംഭവിച്ച ഒരു നഷ്ടം. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ സ്മരിക്കപ്പെടുന്ന പരിശുദ്ധ റബീഉൽ ആഖിറിന്റെ ഈ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിൽ നമ്മൾ ആദർശ പഠനത്തിന്റെ ഭാഗമായ ഇൻഷാ അല്ലാഹയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗൗസുൽ ആലമിന്റെ ജീവിതവുമായി നമ്മൾക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. എന്തേ? നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒരു രാത്രിയിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 100 ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സാധാരണ പോലെ ആ ബന്ധത്തിൽ സ്ഖലനമുണ്ടായിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എങ്കിൽ മുഹീദ്ദീമാലയിൽ ഗൗസുൽ ആലമിനെ കുറിച്ച് പറഞ്ഞിടത്ത് 74 വരി, 40 വട്ടം ജനാബത്തുണ്ടായാലേ 40 വട്ടം മോരൂരാ കുളിച്ചോവർ. ബഹ്ജത്തുൽ അസ്റാറിൽ വന്ന വിഷയത്തെ മഹാനായ ഖാദി മുഹമ്മദ് റഹ്മഹുല്ലാ മുഹീദ്ദീമാല എന്ന അറബി മലയാള കവിതയുടെ 74 വരിയായി പറയുകയാണ്. ഒരു രാത്രിയിൽ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് ഒരു രാത്രി 40 പ്രാവശ്യം ജനാബത്തുണ്ടായി. 40 പ്രാവശ്യവും സുന്നത്ത് കിട്ടാൻ വേണ്ടി ആ രാത്രി തന്നെ കുളിച്ചു. ജനാബത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കലിച്ചു. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞത് ബഹ്ജത്തുൽ അസ്റാറിന്റെ 85 പേജിൽ ഉണ്ട്. അതായത് രാത്രിയിൽ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിട്ട് അങ്ങനെ ഇരുന്ന്, അപ്പോഴേക്കും ഒരു ഉറക്ക് വരും. ഇരുന്ന ഇരിപ്പിൽ ഉടനെ അതാ സ്കലിക്കുന്നു. സുന്നത്ത് കിട്ടാൻ വേണ്ടി ഉടനെ പോയി കുളിക്കും. വീണ്ടും തൂക്കി ഉറക്ക് ഇരിക്കുമ്പോഴേക്കും ഉറക്ക് വരുന്നു, സ്കരിക്കുന്നു. ഇങ്ങനെ 40 പ്രാവശ്യം ആവർത്തിച്ചു. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അങ്ങനെ അങ്ങ് പരീക്ഷിക്കോ എന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഫലമില്ലല്ലോ. മകനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിർദ്ദേശിച്ച അള്ളാഹു അല്ലേ.
അപ്പൊ അതൊരു വലിയ പരീക്ഷണമായിരുന്നു. എങ്കിലും അത് അള്ളാഹു ചെയ്ത് ശരിയല്ല എന്ന വിശ്വാസം നമ്മൾക്കില്ലല്ലോ. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പല രൂപത്തിലും പരീക്ഷിക്കും. മഹാരാജ് ഷേഖ് ജീലാനി ഔസുൽ ആലം തങ്ങളെ അള്ളാഹു അങ്ങനെയാണ് പരീക്ഷിച്ചത്. ഇവിടെ 40 പ്രാവശ്യം സ്കലിച്ചു എന്ന് മുഹിദ്ദീമാലയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പരിഹസിച്ചുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുമോ, 40 പ്രാവശ്യമൊക്കെ സ്കരിക്കുമോ എന്ന് വഷളാക്കുന്ന രീതിയിൽ അല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവിക്കാത്ത വിഷയമല്ലേ എന്ന് പല ഭാഗത്തുനിന്നും കേൾക്കാറുണ്ട്, അങ്ങനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ അതിന് വ്യക്തമായ ഒരു മറുപടിയാണ് നേരത്തെ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹബീബ് സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുള്ളാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ സംഭവം 90 പ്രാവശ്യമാണ് ഒരു രാത്രിയിൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് സ്കലിച്ചത്. ഒരു മനുഷ്യന് അങ്ങനെ ഒരു രാത്രിയിൽ ഉണ്ടാകുന്നതിന് തടസ്സമില്ല എന്ന് ആ ഹദീസിൽ നിന്ന് ബോധ്യപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് പറയാത്ത കുഴപ്പം വേറൊരു കുഴപ്പമല്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉണ്ടാവാം കൂട്ടത്തിൽ. അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ അതിങ്ങനെ പറഞ്ഞത് ഒരു വസന്തരല്ലേ എന്ന് തോന്നിപ്പോവണ്ട. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായ സംഭവം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അത് പ്രത്യേകമായി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത് സുലൈമാൻ നബിയെ വഷളാക്കാൻ വേണ്ടിയല്ല, മറിച്ച് വലൗഖാല ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉദ്ദേശിച്ച പോലെ സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന ഒരു കാര്യത്തെ ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണമെന്ന വലിയ ഒരു പുണ്യം അല്ലെങ്കിൽ ഒരു വിഷയം പഠിപ്പിക്കുകയായിരുന്നു എന്ന പോലെ ഖാദി മുഹമ്മദ് റഹ്മഹുല്ലാഹ് 40 വട്ടം ഒരു രാത്രിയിൽ ജനാബത്തുണ്ടായപ്പോൾ 40 പ്രാവശ്യം കുളിച്ചു എന്നത് 40 പ്രാവശ്യം ജനാബത്തുണ്ടായി എന്ന് പറയാനല്ല, മറിച്ച് ഹബീബ് സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അശുദ്ധി വന്നാൽ ഉടനെ ശുദ്ധി വരുത്തുക എന്ന ആ ഒരു സുന്നത്ത് പാലിച്ച, അതിൽ കണിശ സ്വഭാവം സ്വീകരിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ ഔസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പിൻതലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് അതെടുത്തുദ്ധരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി അപ്പറഞ്ഞത് വസൽത്തരല്ലെങ്കിൽ ഖാദി മുഹമ്മദ് ഇപ്പറഞ്ഞതും വസൽത്തരല്ല എന്ന് നമ്മൾ കൂട്ടി വായിക്കുക. അപ്പോ നാം പറഞ്ഞ വിഷയം ഔസുൽ ആലവുമായി ചെറിയൊരു ബന്ധം നമ്മൾക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അതൊരു തബറുക്കാണ്, അതൊരു പുണ്യമാണ്, അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന വിഷയം സാധിക്കണമെന്നില്ല, സംഭവിക്കണമെന്നില്ല. അതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ഒരേട് നമ്മൾ വിശദീകരിച്ചത്. അതിന് നമ്മൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയത് എങ്കിൽ അങ്ങനെയൊക്കെ ഒരു മനുഷ്യനിൽ സംഭവിക്കാം എങ്കിൽ ഔസുൽ ആലം തങ്ങളും ഒരു മനുഷ്യൻ തന്നെയാണ്. ഔസുൽ ആലമിലും അങ്ങനെ സംഭവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല എങ്കിൽ അപ്പറഞ്ഞത് ഔസുൽ ആലമിനെ വഷളാക്കലല്ല, അവിടുത്തെ ഒരു മദ്ഹ് പറഞ്ഞതാണ് എന്നുകൂടി കൂട്ടത്തിൽ കൂട്ടി വായിക്കണം എന്നതുകൊണ്ടാണ് ഈ വിഷയവുമായി ഇത് ബന്ധപ്പെടുത്തിയത്. ഏതായാലും ഇൻഷാ അല്ലാഹ് എന്നത് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ഒരു ഭാഗമായതുകൊണ്ട് പിന്നീട് ചെയ്യുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു തബറുക്കിന്റെ പദം അത് ജീവിതത്തിന്റെ സ്വഭാവമാവാൻ അതുവഴി അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ നമ്മൾക്ക് കഴിയണം. അതിലേക്ക് ചെറിയൊരു സൂചന ഇന്നത്തെ പാർട്ടിലൂടെ നൽകി എന്ന് മാത്രം. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തമുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മശായിഖിന്റെ ബന്ധം നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളിലും അള്ളാഹു തന്ന് നമ്മയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.